വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കൈകളിൽ നിന്നും അങ്ങ് തെന്നി മാറുകയാണ് ശാലിനി. അന്നേരമാണ് ശാലിനിയുടെ വേഷം വിഷ്ണു അങ്ങ് അടിമുടി ശ്രദ്ധിക്കുന്നത്. ഇതെന്താ നാഗവല്ലിയുടെ ഡയലോഗും ആടുതോമയുടെ വേഷവും എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് കളിയാക്കുന്നുണ്ട്. അന്നേരം ആടും കോഴിയൊക്കെ ഇയാൾ തന്നെയെന്ന് ശാലിനി പറയുകയാണ്. അപ്പോൾ ആനപ്പാറ അച്ചമ്മച്ചി തന്നെയെന്നും പറഞ്ഞ് വീണ്ടും അടിമുടി ശാലിനിയെ നോക്കി അങ്ങ് ചിരിക്കുകയാണ് വിഷ്ണു. ഇത് ഇയാളുടെ ഡ്രസ്സല്ലേ, അപ്പോൾ ഇയാൾ തന്നെയാണ് എന്നേക്കാളും മുട്ടനാടെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം ഇയാൾ നിന്നേന്നും പറഞ്ഞ് വീണ്ടും ശാലിനി പിടിച്ചു വലിച്ച് അടുത്തേക്ക് ചേർത്ത് നിർത്തുകയാണ് വിഷ്ണു. ഈ മുട്ടനാടിന് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇടിച്ചു പരത്തിക്കളയെന്നും പറഞ്ഞ് ഇടിക്കാനായിട്ട് കൈ ഓങ്ങി കാണിക്കുകയാണ് വിഷ്ണു. അന്നേരം ഒന്ന് പോയെന്നും പറഞ്ഞ് വിഷ്ണുവിനെ വീണ്ടും അങ്ങ് തള്ളി മാറ്റുന്നുണ്ട് ശാലിനി. അന്നേരവും ശാലിനിയെ വീണ്ടും പിടിച്ചു നിർത്തിയിട്ട് അയ്യോ പോവല്ലേ പോവല്ലേ എന്നും പറഞ്ഞ് ഇയാൾ എന്തിനാ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അന്നേരം ഭർത്താവിൻ്റെ ഡ്രസ്സ് ഭാര്യയ്ക്ക് ഇട്ടുകൂടെ എന്ന് ശാലിനി ചോദിക്കുകയാണ്. അതിലൊക്കെ വേറെ കാര്യങ്ങളുണ്ട്, അതിലെൻ്റെ ഗന്ധം ഉണ്ടാകില്ലേ എന്ന് ശാലിനി ഒന്ന് നോക്കി ചിരിച്ച് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം പതിയെ ഷർട്ടൊന്ന് ശാലിനി മണത്ത് നോക്കുന്നുണ്ട്. ഇയാൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു അനുഭൂതി തോന്നുന്നു എന്ന് പറയുകയാണ് വിഷ്ണു ശാലിനിയോട്. അന്നേരം ഇയാൾ പോയെന്നും പറഞ്ഞ് വിഷ്ണുവിനെ തള്ളി മാറ്റിയിട്ട് അങ്ങ് റൂമിലേക്ക് ശാലിനി പോവുകയാണ്. തുടർന്ന് വീണ്ടും ശാലിനിയുടെ പിറകെ ചെന്ന് വിഷ്ണു ചോദിക്കുകയാണ്, അല്ല ഇയാൾ എന്തിനാ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മാല വിഷ്ണു കാണുന്നുണ്ട്. അന്നേരം മാല ഇങ്ങനെ കൈകൊണ്ട് പൊക്കിയെടുത്തിട്ട് ഇതും അടിച്ചു മാറ്റിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതിലൊരു നീണ്ട കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മാല പിടിച്ചങ്ങ് ഷർട്ടിനകത്തേക്ക് ഇടുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു പറയുകയാണ്, നീണ്ട കഥയൊന്നും എനിക്ക് കേൾക്കണ്ട, ചുരുക്കി പറഞ്ഞാൽ മതിയെന്ന്. തുടർന്ന് സുസ്മിത ഡ്രസ്സ് വാരി എറിഞ്ഞതും അത് ശാലിനി പിന്നെ ഷൂട്ട് ചെയ്തതും മൊബൈലിൽ കാണിച്ചതും സുസ്മിതയോട് അലക്കാൻ പറഞ്ഞതും ഒക്കെ സംഭവങ്ങളൊക്കെ ശാലിനി പറയുന്നുണ്ട്. സുസ്മിത എൻ്റെ എല്ലാ ഡ്രസ്സും അലക്കാൻ കൊണ്ടുപോയത് കൊണ്ടാണ് ഞാനിതൊക്കെ ഇട്ടതെന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണ് കഥ, ഞാൻ വേറെന്തൊക്കെയോ വിചാരിച്ചു എന്നും പറഞ്ഞ് അങ്ങ് നിരാശനായിട്ട് വിഷ്ണു നിൽക്കുന്നുണ്ട്. ദോശ കൊടുത്താലും ആശ കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞ് പിണങ്ങിയിരിക്കുന്ന പോലെ വിഷ്ണുവൻ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ ദോശയും ആശയും കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് മുന്നോട്ട് നടക്കുകയാണ്. വീണ്ടും ശാലിനിയെ പിടിച്ച് വലിച്ച് അടുത്തേക്ക് നിർത്തുകയാണ് വിഷ്ണു. എന്നിട്ട് വീണ്ടും ശാലിനിയെ അടിമുടി നോക്കിയ ശേഷമാണ് ശാലിനിയെ ഫസ്റ്റ് ബട്ടൺ ഇട്ടില്ല എന്ന് വിഷ്ണു ശ്രദ്ധിക്കുന്നത്. അന്നേരം ആകെ ഒന്ന് പരവേശപ്പെട്ട് ഇയാൾ ബട്ടൺ ഇട്ടേ എന്ന് ശാലിനിയുടെ മുഖത്ത് നോക്കാതെ വിഷ്ണു പറയുന്നുണ്ട്. ഏത് ബട്ടൺ എന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം കൈ കൊണ്ട് മുഖം പൊത്തിയിട്ട് ദേ ആ ബട്ടൺ എന്ന് വിഷ്ണു ചൂണ്ടിക്കാണിക്കുകയാണ്. അന്നേരം ഈ ബട്ടനോ എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി പറയുകയാണ്, അയ്യേ ഇതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആരിവിടെ കാണാനാന്ന്. അന്നേരം ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ലേ, എൻ്റെ കൺട്രോൾ കളയല്ലേ എന്നൊക്കെ വിഷ്ണു ശാലിനിയുടെ മുഖത്ത് നോക്കാതെ റൂമിൽ പരതി പറയുന്നുണ്ട്. അപ്പോൾ ദുഷ്ചിന്തയാണ് അല്ലേന്നും പറഞ്ഞ് കട്ടിലിരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് രണ്ട് കൈയും അങ്ങ് നടുവിന് കൊടുത്തിട്ട് നിവർന്ന് നിൽക്കുകയാണ് ശാലിനി. അന്നേരം എന്നെ പ്രകോപിപ്പിച്ചിട്ട് കുറ്റം പറയുന്നോന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും തിരിഞ്ഞിരിക്കുന്നുണ്ട്. അന്നേരം ശാലിനിയെ ബട്ടൺ ഒന്ന് പിടിച്ചിട്ട് ഇത് ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തതെന്ന് വിഷ്ണുവിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനി ബട്ടൺ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അന്നേരം താ മര്യാദയ്ക്ക് ബട്ടൺ ഇട്ടേ, ഞാൻ നോക്കണോ അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ശാലിനിക്ക് ബട്ടൺ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് വിഷ്ണു. എന്നിട്ട് ശാലിനിയുടെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാൽ ഞാൻ എങ്ങനെ ബട്ടൺ ഇടാം, എനിക്ക് ബട്ടൺ ഇടാൻ അറിയാമല്ലോ നന്നായിട്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ശാലിനിയുടെ ബട്ടൺ ഇടാനായിട്ട് വിഷ്ണു ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് ആകെ അങ്ങ് കൺട്രോൾ പോവുകയാണ്. പക്ഷേ ശാലിനി അങ്ങ് നിവർന്ന് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് തുണിയൊക്കെ അലക്കി കഴിഞ്ഞ് സുസ്മിത അവിടേക്ക് സ്റ്റെപ്പ് കയറി വരുന്നത്. ഇനി മേലാൽ മറ്റുള്ളവരുടെ ഡ്രസ്സിൽ കൈകൊണ്ട് തൊടുന്ന പരിപാടിയേ ഇല്ല, അലക്കി എൻ്റെ നടു ഒടിഞ്ഞു എൻ്റെ അമ്മയെന്നും പറഞ്ഞ് വിയർപ്പൊക്കെ അങ്ങ് തൂക്കി കളഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ആ റൂമിൻ്റെ സൈഡിലൂടെ സുസ്മിത പോവുകയാണ്. അന്നേരം വേഗമാകട്ടെ എന്ന് ശാലിനി അകത്തു നിന്നും പറയുന്നുണ്ട്. അന്നേരം അടങ്ങി നില്ല്, ഞാൻ ഇടാൻ ശ്രമിക്കുകയല്ലേ എന്നൊക്കെ വിഷ്ണുവും പറയുകയാണ്. അന്നേരം ഇതൊക്കെ ശ്രദ്ധിച്ച് സുസ്മിത അവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം അകത്ത് അടങ്ങി നിൽക്കിടോ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്നും പറഞ്ഞ് ബട്ടണങ്ങ് സൂക്ഷ്മമായിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട് വിഷ്ണു. അന്നേരം വിഷ്ണുവിൻ്റെ മറവിലാണ് ശാലിനി നിൽക്കുന്നത്. ശാലിനിയെ കാണാനായിട്ട് പുറത്ത് വാതിൽ നിന്ന് നോക്കുന്ന സുസ്മിതയ്ക്ക് കാണുന്നില്ല. അന്നേരം സുസ്മിത പുറത്തുനിന്ന് നോക്കുമ്പോൾ വിഷ്ണു ശാലിനിയെ ഉമ്മ വയ്ക്കുന്ന ആ ഒരു സീൻ പോലെയാണ് ശാലിനിക്ക് തോന്നുന്നത്. ഇത്രയ്ക്ക് ധൈര്യമായോ എന്നും പറഞ്ഞ് സുസ്മിത ആകെ അന്തം വിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത അവിടെ നിന്ന് തന്നെ ഫാം ആൻറ്റിന്ന് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് വിളി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ആൻറ്റി വിശ്വസിക്കില്ലല്ലോ, ഇനി എന്താ ചെയ്യുമെന്നും പറഞ്ഞ് അവിടെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് സത്യഭാമ മുകളിലേക്ക് കയറി വരുന്നത്. അങ്ങനെ സുസ്മിതയുടെ വിളി കേട്ട് സത്യഭാമ കയറി വരുന്ന ഭാമ ചോദിക്കുന്നുണ്ട്, എന്താടി ആകാശം ഇടിഞ്ഞു വീണോന്ന്. അതൊന്നുമല്ല ആൻറ്റി, എൻ്റെ കൂടെ വന്ന ഒരു കാര്യം കാണിച്ചു തരാം, വാ ആൻറ്റി എന്നും പറഞ്ഞ് സത്യഭാമയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് വരികയാണ് സുസ്മിത.
ഇത്തവണ ഈ ഒരു തവണ കൂടി ആൻറ്റി എന്നെ വിശ്വസിക്കണം, അങ്ങോട്ട് നോക്ക് ആൻറ്റി എന്നും പറഞ്ഞ് റൂമിലേക്ക് കൊണ്ടുചെന്ന് ആ സീൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് സുസ്മിതയുടെ ശബ്ദം കേട്ട് വിഷ്ണുവും ശാലിനിയും അങ്ങ് പരസ്പരം മാറുകയാണ്. അന്നേരം ആകെ അങ്ങ് ചമ്മുന്നുണ്ട് വിഷ്ണുവും ശാലിനിയും. അന്നേരം എന്താടാ ഇവിടെ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഈ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് കൊടുത്തതാണെന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം ശാലിനി ഒന്ന് അടിമുടി നോക്കിയിട്ട് ഇതെന്താടാ കത്തി വേഷമോ എന്ന് ദേഷ്യത്തോടു കൂടി ഭാമ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, സുസ്മിത എൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് അലക്കിയത് കൊണ്ടാണ് ഞാനിത് എടുത്തിട്ടത്, എന്തിനാണ് ഡ്രസ്സ് അലക്കിയതെന്നൊന്നും എനിക്കറിയില്ല എന്ന്. അന്നേരം എന്താടി എന്ന് ഭാമ സുസ്മിതയോട് ചോദിക്കുകയാണ്. അന്നേരം ശാലിനിയുടെ ഡ്രസ്സിലേക്ക് എൻ്റെ കയ്യിൽ നിന്നും അറിയാതെ ചായ വീണു, അതുകൊണ്ടാണ് ഞാനതൊക്കെ അലക്കിയിട്ടതെന്ന്. അതെൻ്റെ നല്ല മനസ്സല്ലേ, എടുത്തപ്പോൾ എല്ലാം കൂടി എടുത്ത് ഞാൻ അലക്കിയെന്ന് സുസ്മിത പറയുന്നുണ്ട്. അതിന് ഈ വേഷമാണോ ഇടേണ്ടതെന്ന് സുസ്മിത ചോദിക്കുകയാണ്. വിഷ്ണുവേട്ടൻ്റെ ഡ്രസ്സാണോ ഇടേണ്ടതെന്ന്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ വേഷമല്ലേ ഞാൻ എടുത്തിട്ടത്, വേറെ ആരുടെയും അല്ലല്ലോ എന്ന്. അന്നേരം ഒന്ന് അഹങ്കാരത്തോടുകൂടി തലയുയർത്തി പിടിച്ച് വിഷ്ണു നിൽക്കുന്നുണ്ട്. തുടർന്ന് എൻ്റെ അടുത്തൊരു ഡ്രസ്സ് ചോദിച്ചാൽ എന്താന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം മനുഷ്യന്മാരെന്ന ഡ്രസ്സല്ലേ ഞാൻ ഇടത്തുള്ളൂ എന്ന് ശാലിനി പതിയെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്താടി ഇടുന്നത് ഡി എന്നും പറഞ്ഞ് ശാലിനിക്ക് നേരെ കൈ ചൂണ്ടുന്നുണ്ട് സുസ്മിത. അന്നേരം ആ കൈ തട്ടി മാറ്റിയിട്ട് നിർത്തുമെന്ന് പറയുകയാണ് സത്യഭാമ. ആരും ഇതിൻ്റെ പേരിൽ വഴക്കിടണ്ട, പരിഹാരം ഞാൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഭാമ തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അന്നേരം സുസ്മിതയെ ഭാമ എതിർത്തതും ദേഷ്യത്തോട് സുസ്മിതയോട് സംസാരിച്ചതുമൊക്കെ വിഷ്ണുവിനും ശാലിനിക്കും അങ്ങ് ഇഷ്ടമാകുന്നുണ്ട്. ഭാമ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാതെ നോക്കി നിൽക്കുകയാണ് സുസ്മിത. വള്ളിച്ചൂരൽ എടുത്തുകൊണ്ട് വരാൻ പോയതാവും ആൻറ്റി എന്നൊക്കെ സുസ്മിത കരുതുന്നുണ്ട്. അന്നേരം എന്താന്ന് കണ്ണുകൊണ്ട് ശാലിനി വിഷ്ണുവിനോട് ആംഗ്യം കാണിക്കുന്നുണ്ട്. അന്നേരം ഒന്നുമില്ല എന്നങ്ങ് കണ്ണടച്ച് കാണിക്കുകയാണ് വിഷ്ണുവും. തുടർന്ന് താഴേക്ക് പോയ സത്യഭാമ തിരികെ ഒരു സാരിയുമായിട്ട് വരികയാണ്. എന്നിട്ട് വാതിൽക്കൽ തന്നെ നിന്നിട്ട് ഇങ്ങ് വാ എന്ന് ശാലിനിയെ വിളിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ നോക്കുന്നുണ്ട് ശാലിനി. അന്നേരം ചെല്ലാനായിട്ട് വിഷ്ണു പറയുകയാണ്. തുടർന്ന് മടിച്ച് സത്യഭാമയുടെ അടുത്തേക്ക് ശാലിനി ചെല്ലുന്നുണ്ട്. തുടർന്ന് സത്യഭാമ തൻ്റെ രണ്ട് കൈയും കൊണ്ട് ശാലിനിക്ക് നേരെ ആ സാരി നീട്ടുകയാണ്. എന്നാ എടുത്തോ, ദാ വാങ്ങിച്ചോ എന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്ങ് ഒന്നും മനസ്സിലാകാതെ ആകെ അന്തം വിട്ട് ശാലിനി നോക്കി നിൽക്കുകയാണ്. തുടർന്ന് വീണ്ടും സത്യഭാമ വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ ആ സാരിയിലേക്ക് കയറി പിടിച്ചിട്ട് എന്താ ആൻറ്റി ഇതെന്ന് ചോദിക്കുകയാണ് സുസ്മിത. അന്നേരം ഭാമ പറയുന്നുണ്ട്, എന്താ നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന്. അന്നേരം മനസ്സിലായി, ഇതെന്തിനാ ഇവൾക്ക് കൊടുക്കുന്നതെന്ന് സുസ്മിത വീണ്ടും ചോദിക്കുകയാണ്. സത്യഭാമയുടെ പെരുമാറ്റം കണ്ടിട്ട് ആകെ അങ്ങ് സന്തോഷമാകുന്നുണ്ട് വിഷ്ണുവിന്. തുടർന്ന് സുസ്മിത ആ സാരി അങ്ങ് പിടിച്ച് വാങ്ങിച്ചിട്ട് 10,000 രൂപ വില വരുന്ന സാരിയാണ് ഇത് ആൻറ്റി വാങ്ങിച്ചപ്പോൾ എനിക്കാണെന്നാണ് കരുതിയതെന്നൊക്കെ പറഞ്ഞ് ആ സാരി തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ട്. തിരികെ സുസ്മിതയുടെ കയ്യിൽ നിന്നും ആ സാരി ഭാമ വാങ്ങിച്ചിട്ട് അത് നീ കരുതിയതല്ലേ, ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശാലിനിക്ക് നേരെ ആ സാരി നീട്ടിയിട്ട് വാങ്ങിച്ചോ എന്ന് പറയുകയാണ്. അന്നേരം ആകെ സന്തോഷിച്ച് കണ്ണൊക്കെ നിറയുന്നുണ്ട് ശാലിനിക്ക്. തുടർന്ന് വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി. അന്നേരം വാങ്ങിച്ചോ എന്ന് വിഷ്ണു കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. തുടർന്ന് സന്തോഷത്തോടു കൂടി കണ്ണ് നിറഞ്ഞ് ഇരു കൈ നീട്ടി ശാലിനി ഭാമയുടെ കയ്യിൽ നിന്നും ആ സാരി വാങ്ങുകയാണ്. അതൊക്കെ ദേഷ്യത്തോടു കൂടി അങ്ങ് സുസ്മിത നോക്കി നിൽക്കുന്നു. തുടർന്ന് സാരി കൊടുത്ത ശേഷം ശാലിനി ഒന്ന് നോക്കി ചിരിച്ചിട്ട് സത്യഭാമയങ്ങ് താഴേക്ക് പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിത അടുത്തേക്ക് ചെന്ന് വിഷ്ണു ചോദിക്കുകയാണ്, എന്താടി നിന്റെ സംശയങ്ങളൊക്കെ മാറിയോ? ദേ ഈ നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണ്, ഇവൾക്ക് ഞാൻ വേണമെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കും, അത് പോരാമെങ്കിൽ സാരിയും ഉടുപ്പിച്ചു കൊടുക്കും, നിനക്ക് കാണണമെന്ന് വിഷ്ണു ദേഷ്യത്തോടെ പല്ലൊക്കെ കടിച്ചമർത്തി സുസ്മിതയോട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് രസിച്ച് സാരിയും പിടിച്ചങ്ങനെ നിൽക്കുകയാണ് ശാലിനി. വിഷ്ണുവിൻ്റെ സംസാരമൊക്കെ കേട്ട് പല്ലൊക്കെ കടിച്ചമർത്തി തറയിലൊരു ചവിട്ടൊക്കെ ചവിട്ടിയിട്ട് ഷേ എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് താഴേക്ക് പോകുന്നുണ്ട്. തുടർന്ന് സുസ്മിത പോയ ശേഷം ശാലിനിയുടെ കയ്യിൽ നിന്നും ആ സാരിയൊക്കെ വാങ്ങിച്ചിട്ട് അവളുടെ ശല്യം ഇതോടെ തീർന്നു, എന്നാൽ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം എന്ത് എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അല്ല, സാരി ഞാൻ ഉടുപ്പിച്ച് തരാം എന്നും പറഞ്ഞ് ശാലിനിയുടെ അടുത്തേക്ക് വിഷ്ണു ചെല്ലുകയാണ്. അന്നേരം സാരി പിടിച്ചു വാങ്ങിയിട്ട് വേണ്ട ഞാൻ ഉടുപ്പിച്ചോളാം, പോയെന്നും പറഞ്ഞ് വിഷ്ണുവിനെ തള്ളി വാതിലിൻ്റെ അടുത്തേക്ക് ശാലിനി കൊണ്ടുവരുന്നുണ്ട്. അന്നേരം ഇക്ലിയൊക്കെ ആക്കുന്നുണ്ട് വിഷ്ണുവിനെ ശാലിനി. വേണ്ട ഞാൻ ഉടുപ്പിക്കാം, എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ തള്ളും തോറും വിഷ്ണു പറയുന്നുണ്ട്. വേണ്ട ഞാൻ എടുത്തോളാം, ഒറ്റയ്ക്ക് എടുത്തോളാം പറഞ്ഞ് വിഷ്ണുവിനെ ഒരുവിധം പുറത്താക്കി വാതിൽ അടയ്ക്കുകയാണ് ശാലിനി. അന്നേരവും വാതിൽ പതുക്കെ തുറന്നിട്ട് ഞാൻ ഉടുപ്പിച്ച് തരട്ടെ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം വേണ്ട എന്നും പറഞ്ഞ് അവസാനം ശാലിനിയും കഥ അടയ്ക്കുകയാണ്. ശാലിനി വാതിൽ അടച്ച ശേഷവും അല്ല ഇത് എൻ്റെ റൂമല്ലേ, ഞാൻ ഉടുപ്പിച്ച് തരാമെന്ന് ഉറക്കെ വാതിൽക്കൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് വിഷ്ണു.
ഇതേസമയം അകത്ത് ശാലിനി സാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഫാമ മുമ്പൊരിക്കൽ കല്യാണത്തിൻ്റെ തലേന്ന് ഇത് പുടവയാണ് എന്നും പറഞ്ഞ് ശാലിനിക്ക് സമ്മാനമായിട്ടൊരു സാരി നൽകിയത് ഓർക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത ഇത് പിടിച്ചു വാങ്ങിയിട്ട് 10,000 രൂപയൊക്കെ വില പറഞ്ഞതും അന്നേരം ഭാമ ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്ന് പറഞ്ഞതും കുറേ വട്ടം ഓർക്കുന്നുണ്ട്. അന്നേരം വാതിൽക്കൽ ചെവി വെച്ച് വിഷ്ണു ശ്രദ്ധിക്കുകയാണ്, ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നാ. എന്നിട്ട് ലോക്കൊക്കെ ഒന്ന് അമർത്തി നോക്കുന്നുണ്ട്, കതവ് തുറക്കുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു. എന്നാൽ അത് ശ്രമം നടന്നില്ല എന്നറിയുന്ന വിഷ്ണു, ഇനി ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, കാണിച്ചു തരാൻ കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് താഴേക്ക് പോവുകയാണ്. തുടർന്ന് ഇതേസമയം അകത്ത് സാരിയൊക്കെ എടുത്ത് കണ്ണാടിയുടെ മുമ്പിലേക്ക് നോക്കി നിൽക്കുകയാണ് ശാലിനി. അന്നേരം കണ്ണൊക്കെ നിറയുന്നുണ്ട് ശാലിനിക്ക്. തുടർന്ന് ശാലിനി സ്വയം പറയുകയാണ്, പതിയെ പതിയെ നീ സത്യാമ്മയുടെ മനസ്സിലേക്ക് നടന്ന് കയറുകയാണ് ശാലിനി. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു ദിവസം സത്യാമ്മ നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്ന ദിവസം വരും എന്നൊക്കെ ശാലിനി സ്വയം കണ്ണാടി നോക്കി പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീടാണ്. അവിടെ രാത്രി കുറേ നേരമായിട്ടും വാതിലൊക്കെ തുറന്നിട്ട് ഹാളിൽ തന്നെ രാജേശ്വരി ഇരിക്കുകയാണ്. അന്നേരം അകത്തു നിന്നും വന്ന ഗോപാലകൃഷ്ണൻ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ട ശേഷം എന്താ രാജേശ്വരി ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കിടന്നോളാമെന്ന് രാജേശ്വരി പറയുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ആ റൂമിൽ തന്നെയാണോ നിങ്ങൾ കിടക്കുന്നതെന്ന്. അതെ, ഞാൻ അവിടെ തന്നെയാണല്ലോ കിടക്കുന്നതെന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം നിങ്ങൾ കിടക്കുന്ന റൂമിൽ കിടക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, തുറന്നു പറയുന്നത് കൊണ്ട് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ആക്സിഡന്റ് ശേഷം ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഞാൻ ആ റൂമിൽ കിടന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യായ്കയോ ശ്വാസം മുട്ടോ വല്ലോ വന്നാൽ ആള് വേണമല്ലോ എന്ന് കരുതിയാണ് എന്നൊക്കെ രാജേശ്വരി അങ്ങ് പ്രസംഗിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ എന്താ കാര്യമെന്ന് ഗോപാലകൃഷ്ണൻ അന്വേഷിക്കുകയാണ്. നിങ്ങൾ ശാരദാമ്മയെ ഉപേക്ഷിച്ചിട്ടാണ് എൻ്റെ കൂടെ വന്നത്, പക്ഷെ അതൊരു ഉപേക്ഷിക്കലായിരുന്നില്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി ആ റൂമിൽ ആര് കിടക്കണമെന്ന്. നിങ്ങൾ ആ റൂമിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ ഹാളിലാണ് കിടക്കുന്നതെന്ന് രാജേശ്വരി പറയുന്നുണ്ട്. അന്നേരം വേണ്ട, ഞാൻ പുറത്ത് കിടന്നോളാമെന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ നേരം രാജേശ്വരി പറയുന്നുണ്ട്, നിങ്ങൾക്ക് കഷായത്തിൽ വിഷം ചേർത്ത് തന്നതിൽ പിന്നീട് ഒരിക്കലെങ്കിലും ഞാൻ പശ്ചാത്തപിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ ഒരു വിഷമം എൻ്റെ മനസ്സിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് രാജേശ്വരി അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. റൂമിനകത്തേക്ക് കയറി രാജേശ്വരി ഡോറങ്ങ് വലിച്ചടയ്ക്കുന്നത് സങ്കടത്തോടു കൂടി ഗോപാലകൃഷ്ണൻ നോക്കി നിൽക്കുകയാണ് തൻ്റെ അവസ്ഥയോർത്ത്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.